ഓം ശാന്തി. ജീവിതത്തിൽ സന്തോഷം, സ്നേഹം, സുഖം, ശാന്തി, ആനന്ദം, അതുപോലെ സുഖ സൗകര്യങ്ങൾ ഇതൊന്നും ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യന്മാരും ഉണ്ടായിരിക്കില്ല. എല്ലാവർക്കും ആഗ്രഹം തൻ്റെ ജീവിതം സുഖമാവണം, ശാന്തമാവണം, സ്നേഹം നിറഞ്ഞതായിരിക്കണം, എല്ലാവരും എന്നെ ആദരിക്കണം, എല്ലാവരാലും മാനനീയനായിട്ട് മാറണം എന്നൊക്കെ തന്നെയാണ്. പക്ഷേ ഇതെല്ലാം നേടാനുള്ളതായിരിക്കുന്ന ഒരു കുറുക്കു വഴിയുണ്ട്. ആ കുറുക്കു വഴിയുടെ പേരാണ് കൊടുക്കുക എന്നുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം ഭഗവാന്റെ മഹാവാക്യം കേട്ടതായിട്ട് ഓർമ്മിക്കും. എപ്പോഴാണോ നിങ്ങൾ ഓരോ സങ്കല്പത്തിനും എനിക്ക് വേണ്ടി എന്നുപയോഗിക്കാതെ ഇത് വിശ്വമംഗളത്തിന് വേണ്ടി എന്ന് നിങ്ങൾ വിചാരിക്കുന്നു, വിശ്വമംഗളത്തിൻ്റെ ഉള്ളിൽ തന്നെത്താൻ അവനവൻ്റെ മംഗളം അടങ്ങിയിട്ടുണ്ട്. ഈ ലോകത്ത് എല്ലാവരും സുഖം അനുഭവിക്കാൻ തുടങ്ങിയ അതിനുള്ളിൽ നമുക്ക് മാത്രം ദുഃഖം വരില്ല, നമ്മളും സുഖികളായിട്ട് മാറും. എല്ലാവരും ശാന്തമായി ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളും ആ ശാന്തി അനുഭവിക്കുകയായി. എല്ലാവരും പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുന്ന ഒരു ലോകമാണെങ്കിൽ അവിടെ നമുക്കും ആ സ്നേഹാനുഭവമാവും. പ്രകൃതി ഒന്ന് നോക്കി നോക്കൂ. വേനൽക്കാലാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ വെയിൽ കിട്ടുക തന്നെ ചെയ്യും, അതൊന്നും ആർക്കും മാറ്റമില്ല. മഴക്കാലാണെങ്കിൽ എല്ലായിടത്തും മഴ പെയ്യുന്നുണ്ട്, നനയുന്നുണ്ട്, അതിൽ നിന്ന് ആർക്കും മാറ്റാനാവുന്നില്ല. അതുപോലെ ജീവിതത്തിലും എല്ലാവർക്കും വേണ്ടി എന്ത് കിട്ടുന്നുണ്ടോ അതൊക്കെ നമുക്ക് സ്വാഭാവികമായി വന്നു ചേരുന്ന സാധനമാണ്. അതുകൊണ്ട് തൻ്റെ സങ്കല്പത്തിന്, തൻ്റെ സമയത്തിന്, തൻ്റെ വാക്കിന് നമുക്കുള്ളതായിരിക്കുന്ന ഊർജ്ജങ്ങളെ, നമ്മുടേതായത് എന്തുണ്ടോ അതിനെയൊക്കെ തന്നെ എപ്പോഴാണോ നിങ്ങൾ വിശ്വമംഗളത്തിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി എനിക്ക് സേവ ചെയ്യണം എന്ന ഭാവത്തോടെ സമർപ്പിക്കുന്നത്, ആ സേവാഭാവത്തോടെ മുന്നോട്ട് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കൊടുത്തതെന്തോ അത് മനുഷ്യന് വന്നു ചേരും. അത് ആർക്കും മാറ്റാൻ പറ്റാത്ത നിയമമാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും വേണ്ടി സേവ ചെയ്യുന്നുണ്ടോ, എല്ലാവരും നിങ്ങൾക്ക് സേവ ചെയ്യാൻ തയ്യാറാവും. എല്ലാവരും സ്നേഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എങ്കിൽ എല്ലാവരും നിങ്ങളെയും സ്നേഹിക്കും. എല്ലാവർക്കും ആദരവ് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നു, എല്ലാവരും നമുക്ക് ആദരവ് തന്നിരിക്കും. നമ്മൾ നിരന്തരമായി മറ്റുള്ളവരുടെ ജീവിതം സുഖപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ സുഖം തന്നെത്താൻ വന്നു ചേരും. എല്ലാവരുടെയും ദുഃഖത്തെ ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്നുണ്ടോ, നിങ്ങളുടെ ജീവിതം സുഖത്താൽ നിറഞ്ഞതാകും. അതുകൊണ്ട് ഇതാർക്കും മാറ്റാനാവാത്തതായിരിക്കുന്ന നിയമമാണ്, പ്രപഞ്ചത്തിൻ്റെ നിയമമാണ്, ഈശ്വരൻ്റെ നിയമമാണ്. ഈ നിയമത്തെ മനസ്സിലാക്കിക്കൊണ്ട് സ്വയമേവ വന്നു ചേരാൻ വേണ്ടി കൊടുക്കുക എന്നുള്ളതായിരിക്കുന്ന നിയമത്തെ സ്വന്തമാക്കുക, വിശ്വമംഗളത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങുക. എങ്കിൽ നമ്മുടെ ജീവിതം സദാ മംഗളം കൊണ്ട് അനുഗ്രഹീതമായി മാറും. നിങ്ങളുടെ ജീവിതം അങ്ങനെ മംഗളം കൊണ്ട് അനുഗ്രഹീതമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.